ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡോക്കറിൻ്റെ ഒരു മൂന്നാല് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആണ്. WSL, ഡോക്കർ ഡീമൻ എന്താണെന്ന് നോക്കും, പിന്നെ ഇമേജസ് എന്താണ്, കണ്ടെയ്നർ എന്താണെന്ന് നോക്കും. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് തരാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉബുണ്ടുവിൻ്റെ ഒരു ഇമേജിനെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ വിൻഡോസ് സിസ്റ്റത്തിൽ റൺ ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ നോക്കി. കഴിഞ്ഞിട്ട് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറയുന്നു. അടുത്ത വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഡോക്കർ കമാൻഡ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ കമാൻഡ്സും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷനെ ഡോക്കറൈസ് ചെയ്ത് നോക്കും. എന്നിട്ട് നമുക്ക് മൂന്നാല് ഡോക്കർ കണ്ടെയ്നറുകളേക്ക് ഒരുമിച്ച് എങ്ങനെ മാനേജ് ചെയ്യാം, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇൻസ്റ്റാളേഷൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് WSL എന്നൊന്ന് നോക്കിയിട്ട് വരണമെന്ന്. നമ്മൾ ഡോക്കർ ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് നമുക്ക് WSL ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടാസ്ക് പോലെ എന്താണ് WSL എന്ന് നോക്കിയിട്ട് വരണമെന്ന്. അപ്പം ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ WSL എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോസിൽ ലിനക്സിനെ അല്ലെന്നുണ്ടെങ്കിൽ ഡോക്കറിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഒരു വിർച്വൽ മെഷീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വിർച്വൽ മെഷീൻ അല്ല, ഒരു വിർച്വൽ മെഷീൻ പോലത്തെ അതിനേക്കാളും കൂടുതൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു സാധനം. ഓക്കെ, അപ്പം ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്കർ ലിനക്സിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ലിനക്സിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മുടെ ഡോക്കർ യൂസ് ചെയ്യുന്നുണ്ട്. നെയിം സ്പേസസ്, സി ഗ്രൂപ്പ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബേസിക്കലി ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനെ ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കാനും ആ ആപ്ലിക്കേഷൻ അതിൻ്റെ തന്നെ ഫയൽ സിസ്റ്റംസും നെറ്റ്വർക്ക്സും ഒക്കെ ഐസൊലേറ്റഡ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ അതിന് ഐസൊലേറ്റഡ് ആയിട്ട് കിട്ടും. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ലിനക്സിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മുടെ ഡോക്കർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം വിൻഡോസിലോട്ട് വരുമ്പോഴത്തേക്കും ആ കുറച്ച് ഫീച്ചേഴ്സിനൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അതൊന്നും പറ്റത്തുമില്ല. അപ്പം നമ്മുടെ വിൻഡോസ് സിസ്റ്റത്തിൽ ഡോക്കറിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ലിനക്സിന്റെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈക്രോസോഫ്റ്റ് കൊണ്ടുവന്നൊരു എന്താ പറയുക, ഒരു വിർച്വൽ മെഷീനൊക്കെ, വിർച്വൽ മെഷീൻ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ വിർച്വൽ മെഷീനൊക്കെ പോലെ തന്നെയുള്ളൊരു സിസ്റ്റമാണ് WSL. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് WSLന്റെ കാര്യം നമ്മൾ പറഞ്ഞു. സ്റ്റാൻഡ്സ് ഫോർ വിൻഡോസ് സബ് സിസ്റ്റം ഫോർ ലിനക്സ്. വിൻഡോസ് സബ് സിസ്റ്റം ഫോർ ലിനക്സ് എന്നാണ് WSLന്റെ ഫുൾ ഫോം. അപ്പോൾ അതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്കർ ബിൽറ്റ് ഫോർ ലിനക്സ് കേർണൽ ഫീച്ചേഴ്സ്. ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ലിനക്സിന്റെ കേർണൽ ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഡോക്കർ വർക്ക് ചെയ്യുന്നത്. ഡോക്കർ ബിൽഡ് ചെയ്തേക്കുന്നതും ലിനക്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നെയിം സ്പേസ്, സി ഗ്രൂപ്പ്സ് എന്നൊക്കെ പറയുന്ന കുറച്ച് ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ലിനക്സിന്റെ എൻവയോൺമെന്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതിന്റെ പർപ്പസ് നമ്മൾ കണ്ടു. ഗിവ്സ് ഡോക്കർ റിയൽ ലിനക്സ് കേർണൽ ടു റൺ കണ്ടെയ്നേഴ്സ്. ഓക്കെ, അതും നമ്മൾ പറഞ്ഞു. അപ്പം WSLന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനിയിപ്പം അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കമ്പോണന്റ് ആണ് നമ്മുടെ ഡോക്കർ ഡീമൻ. ഡോക്കർ ഡീമനെ നമ്മൾ ബ്രെയിൻ ഓഫ് ഡോക്കർ എന്നാണ് പറയുക. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സർവീസസ് എല്ലാം റൺ ചെയ്യുന്നത് നമ്മുടെ ഡോക്കർ റീമൻ ആണ്. ഇപ്പം നമ്മൾ നമ്മൾ കമാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് കൂടുതൽ റൺ ചെയ്യാറ്. അപ്പം നമ്മളിപ്പം ഒരു ഇമേജിനെ പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്കറിന് രണ്ട് കൺസെപ്റ്റുകളുണ്ട്. ഇമേജസ് ഉണ്ട്, കണ്ടെയ്നേഴ്സ് ഉണ്ട്. അപ്പം ഇമേജസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ പാക്കേജസ്, കോഡ്, പിന്നെ അതിൻ്റെ എൻവയോൺമെന്റ് എല്ലാം കൂടെ കൂടി ഒരു ഒരു എന്താ പറയുക, ഒരു ബ്ലൂ പ്രിന്റ് എന്ന് നമുക്ക് പറയാം. ക്ലാസ്സസ് എന്നൊക്കെ പറയുന്ന ഒരു ബ്ലൂ പ്രിന്റ് ആണ് നമ്മൾ ഇമേജസ്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ഡോക്കർ പുൾ ഒരു ഇമേജ് നെയിം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്കർ ഹബിൽ നിന്ന് നമുക്ക് ആ ഇമേജിനെ പുൾ ചെയ്ത് തരും. ഓക്കെ, ഗിറ്റ് ഹബ് ഒക്കെ യൂസ് ചെയ്യുന്നുള്ളത് ഗിറ്റ് പുൾ എന്നുള്ള കമാൻഡൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗിറ്റ് പുൾ എന്ന് പറയുന്ന പോലെ തന്നെ ഡോക്കർ പുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇമേജ് നെയിം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോക്കൽ സിസ്റ്റത്തിലോട്ട് നിങ്ങൾക്ക് ഡോക്കർ ഹബിലുള്ള ഇമേജസിനെ പുൾ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതുപോലെ നമ്മൾ എന്തെങ്കിലും കമാൻഡ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ കമാൻഡിനെ എല്ലാം ഈ ഡോക്കർ ഡീമൺ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് നമ്മളുടെ WSLന്റെ അകത്താണ് ഡോക്കർ ഡീമൺ റൺ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഡോക്കർ ഡീമൺ എന്ന് പറയുന്നത് കമാൻഡ്സിന് വേണ്ടി ലിസൺ ചെയ്യും. ഓൾ ഡോക്കർ ആക്ഷൻസും മാനേജ് ചെയ്യുന്ന ഡോക്കർ ഡീമൺ ആണ്. പിന്നെ കമാൻഡ് ഫ്ലോ ഉണ്ട്. ഇപ്പം ഡോക്കർ CLI സെൻസ് കമാൻഡ്, എക്സാമ്പിൾ ഡോക്കർ റൺ. നമ്മളിപ്പോൾ പറഞ്ഞാൽ ഡോക്കർ റൺ എന്ന് പറയുന്ന ഒരു കമാൻഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കമാൻഡിനെ റൺ ചെയ്യുന്നത് ഈ ഡോക്കർ ഡീമൺ ആണ്. ഓക്കെ, അപ്പോൾ ഡോക്കർ ഡീമൺ ആണ് എല്ലാ വർക്കും ചെയ്യുന്നത്. പിന്നെ ഡോക്കർ ഡീമൺ റൺ ചെയ്യുന്നത് നമ്മുടെ WSL2ൻ്റെ അകത്താണ്. വിൻഡോസിൻ്റെ അകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത WSLൻ്റെ അകത്താണ്. ഓക്കെ, അടുത്താണ് ഇമേജസും കണ്ടെയ്നേഴ്സും.
ഇമേജ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്രിന്റ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ ഒരു റീഡ് ഓൺലി ടെംപ്ലേറ്റ് ആണ്. ഇമേജ് എന്ന് പറയുന്നത് പിന്നെ ഇമ്മ്യൂട്ടബിൾ ആണ്. അപ്പം നമ്മൾ ഒരു ഇമേജിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കതിനെ മോഡിഫൈ ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ പുതിയ ഇമേജിനെ ബിൽഡ് ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ. ഇപ്പം ഒരു ആപ്പിന് വേണ്ടി നമ്മളൊരു ഇമേജ് ബിൽഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇമേജിനെ പിന്നെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ചേഞ്ചസ് വരുത്തിയിട്ട് ഇമേജിനെ വേണമെന്നുണ്ടെങ്കിൽ റീബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അത് ഇമ്മ്യൂട്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഇമേജിനുണ്ട്. പിന്നെ കണ്ടെയ്നേഴ്സ്, OS ലെയർ, ആപ്പ് കോഡ്, ഡിപ്പെൻഡൻസീസ്. ഓക്കെ. അപ്പം നമ്മുടെ OS ലെയേഴ്സ് കാണും, ആപ്പിന്റെ കോഡ്, ഡിപ്പെൻഡൻസീസ്, പിന്നെ അതിന്റെ എൻവയോൺമെന്റ്, ഈ കാര്യങ്ങളിലായിരിക്കും ഇമേജിൻ്റെ അകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ. ഇപ്പോൾ ഡൗൺലോഡിങ് എഞ്ചിനീയർസ് ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് വേണം നമുക്കതൊരു എക്സാമ്പിൾ, ഈ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഉബുണ്ടുവിന്റെ ഒരു ഇമേജ് എങ്ങനെയാണ് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ഡോക്കർ യൂസ് ചെയ്തിട്ട് ഡോക്കർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡോക്കർ ഹബിൽ നിന്ന് പുഷ് ചെയ്തിട്ട് റൺ ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ. അപ്പം അടുത്താണ് കണ്ടെയ്നർ. കണ്ടെയ്നർ എന്ന് പറയുന്നത് ഈ ഇമേജുകൾ റൺ ചെയ്യുന്ന ഒരു ഇൻസ്റ്റൻസ് ആണ് കണ്ടെയ്നർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആപ്പിന്റെ ഇമേജ്, ഇപ്പോൾ എനിക്കൊരു ഇ-കൊമേഴ്സ് ആപ്പ് ഉണ്ട്. ആ ആപ്പിന് ഞാനൊരു ഡോക്കർ ഇമേജ് ഉണ്ടാക്കി. ഡോക്കർ ഇമേജ് ഉണ്ടാക്കിയിട്ട് ആ ഇമേജിനെ ഞാൻ റൺ ചെയ്യുന്ന സമയത്ത് ഇതൊരു കണ്ടെയ്നർ ആവും. ആ കണ്ടെയ്നർ ആ കണ്ടെയ്നർ ആണ് റണ്ണിങ് ഇൻസ്റ്റൻസ് ഓഫ് ആൻ ഇമേജ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ആപ്പിന്റെ ഇമേജിന്റെ ഒരു റണ്ണിങ് വേർഷൻ. ഓക്കെ. എ ഡിഷ് മെയ്ഡ് ഫ്രം എ റെസിപ്പി. ആ എനോളജിയുടെ ആ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, മനസ്സിലാവുമായിരിക്കും. ഇപ്പം നമ്മളിപ്പം ഡോക്കർ ഹബിൽ നിന്നാണെങ്കിൽ പുൾ ചെയ്തെടുക്കുന്ന ഒരു ഇമേജ് ആയിരിക്കും. ആ ഇമേജിനെ നമ്മൾ എപ്പോൾ റൺ ചെയ്യുന്നു, ആ റൺ ചെയ്യുന്ന സാധനത്തിന് പറയുന്ന പേരാണ് കണ്ടെയ്നേഴ്സ്. അത് അത്രേ ഉള്ളൂ. പിന്നെ ഡോക്കർ ഫയൽ, ഇമേജ്, കണ്ടെയ്നർ. അപ്പം ഡോക്കർ ഫയൽ എന്ന് പറഞ്ഞേക്ക് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇ-കൊമേഴ്സ് ആപ്പ് തന്നെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഇ-കൊമേഴ്സ് ആപ്പിന് വേണ്ടിയിട്ട് ഒരു ഡോക്കർ ഫയൽ എഴുതും. അതിനകത്ത് കുറച്ച് കമാൻഡ്സ് കാണും. ഓക്കെ. ആ കമാൻഡ്സിനെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഇമേജിനെ ബിൽഡ് ചെയ്യും. ആ ഇമേജിനെ ബിൽഡ് ചെയ്തിട്ട് പിന്നെ ആ ഇമേജിന് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോക്കർ ഹബിൽ പുഷ് ചെയ്യാം. ഓക്കെ. ആ പുഷ് ചെയ്ത ഇമേജിനെ എൻ്റെ കൂട്ടുകാരന് വേണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ എൻ്റെ ഒരു അടുത്തൊരു ഡെവലപ്പറിന് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പുൾ ചെയ്തെടുത്തിട്ട് റൺ ചെയ്യാം. ആ റൺ ചെയ്യുന്ന സമയത്ത് അതൊരു കണ്ടെയ്നർ ആവും. ഓക്കെ. അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. പിന്നെ ഇതൊരു കമ്പൈൻഡ് മാസ്റ്റർ ഫ്ലോ എന്ന് പറഞ്ഞ് ഒരു വിൻഡോസ് യൂസറാണ്. വിൻഡോസ് യൂസർ ഡോക്കർ CLI യൂസ് ചെയ്യുന്നു. കമാൻഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഡോക്കർ ഡീമൻ്റെ അകത്തോട്ട് കമാൻഡ്, ഡോക്കർ ഡീമൻ നമ്മൾ പറഞ്ഞു കമാൻഡ്സ് ലിസൺ ചെയ്യുന്ന, ഡോക്കർ ഡീമൻ ആ കമാൻഡ്സിനെ എടുക്കുന്നു. കമാൻഡ്സിനെ എടുത്തിട്ട് എന്ത് കമാൻഡാണ്, ഇപ്പോൾ ഇമേജ് ബിൽഡ് ചെയ്യാനുള്ള കമാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇമേജ് ബിൽഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ റൺ ചെയ്യാനുള്ള കമാൻഡ്, ഇമേജിനെ റൺ ചെയ്യാനുള്ള കമാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇമേജിനെ റൺ ചെയ്യുന്നു. പിന്നെ അത് WSLൻ്റെ അകത്താണ് റൺ ചെയ്യുന്നത്. അത്ര മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ഒരു ഉബുണ്ടു ഇൻസ്റ്റൻസ് ഡോക്കർ യൂസ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നത് ഈ വീഡിയോയ്ക്കകത്ത് ഞാനൊരു ആപ്പിനെ എങ്ങനെ ഡോക്കറൈസ് ചെയ്യുമെന്ന് കാണിക്കാമെന്നായിരുന്നു. ബട്ട് കുറച്ചുകൂടെ ബേസിക്സ് പോയിട്ട് കാണിക്കാമെന്ന് ഞാൻ ഓർത്തു. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ എങ്ങനെ ഒരു കോമൺ ഇമേജിനെ ഒന്ന് പുൾ ചെയ്തെടുത്തിട്ട് റൺ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അടുത്തതിൻ്റെ അകത്ത് നമുക്ക് ഡോക്കറിൻ്റെ കുറച്ച് കമാൻഡ്സ് ഉണ്ട്. ഇപ്പം ഡോക്കർ ഇമേജസ്, ഡോക്കർ കണ്ടെയ്നർ, പിന്നെ ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള കണ്ടെയ്നറുകളെ ലിസ്റ്റ് ചെയ്യാനുള്ള കമാൻഡ്സ്, ഡിലീറ്റ് ചെയ്യാനുള്ള കമാൻഡ്സ്, പിന്നെ ഇൻട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് ഈ കണ്ടെയ്നറുകളോട് എന്താ പറയുക, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഡോക്കർ ഓരോ കണ്ടെയ്നർ ഇപ്പോൾ റൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഐസൊലേറ്റഡ് ഇൻസ്റ്റൻസ് ആയിരിക്കും. അപ്പം ഇപ്പം നമ്മളൊരു ആപ്പ്, ഇ-കൊമേഴ്സിൻ്റെ ആപ്പ് എടുത്തെന്ന് ഓർത്തു. അപ്പം പോർട്ട് 4000-ലായിരിക്കും നമ്മുടെ ആപ്പ് റൺ ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമ്മളൊരു ഡോക്കർ കണ്ടെയ്നർ ആയിട്ട് റൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പോർട്ട് 4000, ഡോക്കറിൻ്റെ കണ്ടെയ്നറിനകത്ത് ആ ആപ്ലിക്കേഷൻ റൺ ആവുന്നുണ്ടായിരിക്കും. ബട്ട് നമുക്കതിനെ വെളിയിൽ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് പോർട്ട് മാപ്പിംഗ് എന്ന് പറയുന്നൊരു കാര്യം ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ഡോക്കർ കണ്ടെയ്നറിനകത്തുള്ള പോർട്ടിനെ നമുക്ക് വെളിയിലുള്ള പോർട്ടിലോട്ട് ആക്സസിബിൾ ആക്കി കൊടുക്കേണ്ടി വരും. അതൊക്കെ സിമ്പിൾ സിൻടാക്സുകളാണ്. ബട്ട് അങ്ങനെയുള്ള കുറച്ച് കൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോക്കകത്ത് ഞാൻ ആ കൺസെപ്റ്റും കൂടെ ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് നമുക്ക് ഒരു ആപ്പ് ഡോക്കറൈസ് ചെയ്തിട്ട് റൺ ചെയ്യുന്നൊന്ന് കണ്ടു നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതായിരിക്കും കുറച്ചുകൂടെ പുതിയതായിട്ട് വരുന്നവർക്ക് മനസ്സിലാക്കാൻ എളുപ്പമെന്ന് ഞാൻ ഓർക്കുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിലോട്ട് പോകാം. റിയൽ ലൈഫ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഉബുണ്ടുവിൻ്റെ എൻവയോൺമെന്റിനെ നമുക്ക് എങ്ങനെ ഡോക്കർ യൂസ് ചെയ്തിട്ട് നമ്മുടെ വിൻഡോസ് സിസ്റ്റത്തിൽ റൺ ചെയ്യാം. ഓക്കെ. ഓക്കെ. ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോക്കർ റൺ IT ഉബുണ്ടു എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പം നമ്മളിപ്പം ഡോക്കർ റൺ എന്നുള്ള കമാൻഡ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ എൻ്റെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഡോക്കർ ഇമേജസ് എന്നുള്ള കമാൻഡ് നമുക്ക് കൊടുത്തു നോക്കാം. ഇമേജസ് ഉണ്ടോ? എൻ്റെ ഇതിൻ്റെ അകത്ത് ഒരു ഇമേജസും ഇല്ല. ഓക്കെ. അപ്പം എനിക്ക് ഒന്നെങ്കിൽ ഡോക്കർ ഫുള്ള് ഉബുണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇമേജിനെ ഫുൾ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. ഇപ്പം
ഈ രീതി ചെയ്യാം. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഡോക്കർ റണ്ണ് ഉബുണ്ടു എന്ന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ ഇമേജ് എക്സിസ്റ്റിംഗ് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പുള്ളി ചെയ്തിട്ട് റൺ ചെയ്യും. ഓക്കെ, അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുക്കാം ഡോക്കർ റണ്ണ് ഐറ്റി സോറി ഇൻട്രാക്റ്റീവ് ആണ്. അതെന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഉബുണ്ടു എന്ന് പറയുന്നത് ഇത് ഞാൻ എടുത്തു. ഓക്കെ, അപ്പം ഇപ്പം എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ഉബുണ്ടുവിൻ്റെ ഇൻസ്റ്റൻസ് ആണ്. എൻ്റെ ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇതിൻ്റെ അകത്ത് റൺ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പോവാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് ലിനക്സിലെ കമാൻഡ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാനൊരു കമാൻഡ് റൺ ചെയ്താണ് ഉബുണ്ടുവിൻ്റെ വേർഷൻ അറിയാൻ വേണ്ടിയിട്ട് ക്യാറ്റ് etc OS റിലീസിൻ്റെ എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉബുണ്ടുവിൻ്റെ 24.0.04.3 എന്ന് പറയുന്ന വേർഷനാണ് റൺ ചെയ്യുന്നതൊക്കെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഉബുണ്ടുവിൻ്റെ ഇൻസ്റ്റൻസ് ഭയങ്കര ഈസി ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഡോക്കർ ഡെസ്ക്ടോപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഉബുണ്ടുവിൻ്റെ ഒരു ഇമേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെന്ന് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 117 MB ആണ്. അല്ലാത്ത രീതിയിൽ നമ്മളൊരു ഉബുണ്ടുവിൻ്റെ ഇൻസ്റ്റൻസിനെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു വിർച്വൽ മെഷീൻ ആയിട്ട് റൺ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഡോക്കർ യൂസ് ചെയ്തുകൊണ്ട് വെറും ഒരു 117 MB ഉള്ളൊരു ഇമേജ് ആയിട്ട് നമുക്ക് കിട്ടി. നമുക്കിതിനെ കണ്ടെയ്നർ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് കണ്ടെയ്നർ. ഉബുണ്ടുവിൻ്റെ ഒരു കണ്ടെയ്നർ റൺ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് ഒരു OSനെയാണ് നമ്മളിപ്പോൾ റൺ ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് നമുക്ക് ഇപ്പം അടുത്തൊരു എക്സാമ്പിളിൻ്റെ അകത്ത് നമുക്കൊരു എങ്ങനെയാണ് കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കാം. ഇപ്പം ഞാനിവിടെ എഴുതിയപ്പം ഡോക്കർ ഇമേജസ് എന്ന് പറയുന്ന കമാൻഡ് ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഡോക്കർ ഇമേജസ് എന്ന് പറയുന്ന കമാൻഡ് ഇത് മറ്റേ ഇൻട്രാക്റ്റീവ് ആയിട്ട് ഉള്ളത് കൊണ്ടാണ് ഡോക്കർ ഇമേജസ്. ഇപ്പം കണ്ടോ, ഈ ഇമേജസ് എന്ന് പറയുന്നത് ഉള്ള ഇമേജുകളെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ്. പിന്നെ കണ്ടെയ്നറുകളെ ഡോക്കർ ഹൈഫൻ എ. ഓക്കെ, അപ്പം ഡോക്കർ PS-- എന്ന് പറഞ്ഞപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള കമാൻഡ് കണ്ടെയ്നേഴ്സിനെ എല്ലാം ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതുപോലത്തെ കമാൻഡുകൾ എന്തൊക്കെയാണെന്ന് അടുത്ത വീഡിയോക്കകത്ത് ഒന്ന് നോക്കാം. കുറച്ച് കമാൻഡ്സ് ഉണ്ട്, ബേസിക് ആയിട്ടുള്ള കുറച്ച് കമാൻഡുകൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് കമാൻഡ് ഒന്ന് ജസ്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോക്കകത്ത് നമുക്ക് കണ്ടെയ്നറൈസേഷൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോക്കകത്ത് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.